വെഞ്ഞാറമൂടിലെ സംഭവം ഒരു വലിയ പ്രശ്നമാണ്. ഒരു ആൻറ്റി സോഷ്യൽ വയലൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കേരളത്തിൽ വളരുന്നുണ്ട്. എന്തും ചെയ്യാൻ കഴിയുന്നവർ, അവരുടെ ട്രെയിനിങ് ഉണ്ട്. ഇതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കലാണ് പോലീസിൻ്റെ ജോലി. ഇതൊരു നല്ല ടിപ്പിക്കൽ കേസാണ് ഗവൺമെൻറ്. ഇത് നന്നായിട്ട് അനലൈസ് ചെയ്താൽ ഇതിൻ്റെ പിന്നിൽ ആരാണ്, എന്താണ്, ഏത് പ്രേരണയാണ്, ആശയപരമായിട്ടുള്ളതാണോ, മതപരമായിട്ടുള്ളതാണോ, രാഷ്ട്രീയമായിട്ടുള്ളതാണോ? നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ C. ദിവാകരനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം സർ. സ്വാഗതം. CPMൻ്റെ സംസ്ഥാന കാലയളവിലൂടെ കടന്നു പോകുന്നു. CPIയുടെയും സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും ഒക്കെ അതിൻ്റെ പിന്നാലെ വരുന്നു. ഈ ഒരു സമയത്താകണം ലയന ചർച്ചകളൊക്കെ CPI തുടക്കമിടുന്നു. എന്നാൽ CPM അതിന് ആ രീതിയിൽ മറുപടി നൽകുന്നു. അല്ല, ലയനം എന്ന് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായിട്ട് CPI മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണത്. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും യോജിക്കണം, വേണ്ടി വന്നാൽ ലയിക്കണം എന്നുള്ളത്. പ്രീ കണ്ടീഷനൊന്നും പാടില്ല. തുറന്ന ചർച്ചയിലൂടെ അതിൽ CPMൻ്റെ നിലപാട് ലയനത്തിന് അനുകൂലമല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. ഇപ്പോൾ കാലം ഒരുപാട് മാറി, സംഭവഗതികളെല്ലാം മാറി. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ് ലയന ചർച്ച തുടങ്ങിയത്. ഇന്ത്യൻ രാഷ്ട്രീയമാകെ മാറുന്നു. മാറിയ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ ലയന ചർച്ച ആയിക്കൂടെ എന്ന ഒരു ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിനനുകൂലമായ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. അവരുടെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് എൻ്റെ ധാരണയാണ്, അവരതിനോട് യോജിപ്പുള്ളവരല്ല. ഈ രണ്ട് പാർട്ടികളും കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ് ഇന്ത്യയിൽ. ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ച്, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ട് പാർട്ടിയും കടുത്ത വെല്ലുവിളികളെ നേരിടുകയാണ്, പരീക്ഷണങ്ങളെ നേരിടുകയാണ്. ഇത് അതിജീവിക്കണമെങ്കിൽ ആധുനികമായ സംവിധാനങ്ങളുണ്ടാവണം, ജനങ്ങളുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവണം. ആ ജനമുന്നേറ്റത്തിന് ആവശ്യം CPM അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾ, ഞങ്ങൾ അതും പറഞ്ഞിട്ടുണ്ട്. CPIയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ BJP ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ അതിവിപുലമായ ഇടതുപക്ഷ ജനാധിപത്യ ദേശീയ ബദൽ എന്ന് പറയുന്ന അതാണ്. അതിൽ കോൺഗ്രസ്സുകാരെ കൂടി ചേർക്കാമെന്നുള്ളതേ ഉള്ളൂ, ചേരണമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാറിയ സാഹചര്യത്തിലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഒരു ലയനം നടന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചർച്ചയ്ക്കൊക്കെ കാരണമാകുന്നത് CPM ഈ മോദി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല, അങ്ങനെ പറയാനാകില്ല എന്ന രീതിയിലാണ് ഇവരുടെ കരടിൽ. അല്ല, അത് CPMൻ്റെ വരാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ കരട് രേഖയിൽ അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനത് കണ്ടില്ല. അതുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയുന്നതാണ്, മാറ്റേണ്ടി വരും. നരേന്ദ്രമോദി ഫാസിസ്റ്റാണോ, നിയോ ഫാസിസ്റ്റാണോ, ജനാധിപത്യമായി, ഇങ്ങനെ ഉള്ള തർക്കങ്ങളാണ്. നിയോ ഫാസിസം എന്ന് പറയുന്നത് ഇത് ഡിക്ഷണറിയിൽ ഇല്ലാത്ത ഒരു വാക്കാണ്. ഫാസിസം ഡിക്ഷണറിയിലുള്ളതാണ്. ഡിക്റ്റാറ്റർഷിപ്പ് ഉണ്ട്, ഡെമോക്രസി ഉണ്ട്. ഇതിപ്പോൾ പുതിയ വ്യാഖ്യാനം വന്നിരിക്കുന്നത് നിയോ ഫാസിസം. പല വിഷയങ്ങളിലും CPIയുടെ സ്വതന്ത്ര നിലപാട്, മുന്നണിക്കുള്ളിലാണെങ്കിൽ പോലും നിലപാട് പല ഘട്ടങ്ങളിൽ പറയുന്നു. ഏറ്റവും ഒടുവിലിപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിൽ പോലും CPI ആ സമരത്തെ കൃത്യമായി അനുകൂലിക്കുന്ന ഒരു നിലപാടാണോ, അല്ലെങ്കിൽ ആ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നൊരു നിലപാടാണോ CPIക്കുള്ളത്? CPIക്ക് സമരങ്ങളോടൊരു നിലപാടുണ്ട്. CPI അത് സമരങ്ങളുടെ മുഖത്ത് ആര് നിൽക്കുന്നു, ആര് നയിക്കുന്നു എന്നുള്ള സമരത്തിൽ ഉയർത്തുന്ന ഡിമാൻഡ് മെരിറ്റാണ് നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം. ഇത് ഒരു കേരളത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള സ്ത്രീ വിഭാഗങ്ങളുടെ ഒരു ഉപജീവന മാർഗമായി അവർ ഗതിയില്ലാതെ വന്ന് വീണ സ്ഥലങ്ങളാണ് ഈ ആശയ വർക്കേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ അവരുടെ ഒരു സാമൂഹിക പശ്ചാത്തലമെല്ലാം പരിശോധിച്ചാൽ ന്യായമായിട്ടും അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ള നിലപാട് തന്നെയാണ് CPIക്കുള്ളത്. വ്യത്യസ്തമായ വല്ല അഭിപ്രായമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാടതാണ് സമരക്കാരെ സഹായിക്കുക എന്നുള്ളത്. ആര് സമരം ചെയ്താലും ആ സമരത്തിൻ്റെ മെരിറ്റ് നോക്കി ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. ഒരു ഐക്യദാർഢ്യവും എടുക്കും. അല്ല, ഇതൊരു വേണമെങ്കിൽ സർക്കാർ വിരുദ്ധ സമരമാണ് എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ സ്ത്രീകളെ ഒരു ഗതിയില്ലാതെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വന്നാൽ അത് ഒറ്റയ്ക്കല്ലല്ലോ, ഒരു കൂട്ടമായി വന്ന് അവർ ന്യായമായ ഒരു കാര്യം പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഡിമാൻഡാണ്, അതിനിപ്പോൾ വഷളാക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം സെറ്റിൽ ചെയ്യേണ്ട എന്നൊരു വാശി സർക്കാരിനുണ്ടോ? സർക്കാരിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാരിന് കൂടെ നിൽക്കുന്ന വല്ല ശക്തികളുണ്ടോ എന്നെനിക്കറിയില്ല. സഖാവ് പിണറായി വിജയൻ്റെ അഭിപ്രായം എനിക്കറിയാം. ഇത് സെറ്റിൽ ചെയ്യണം, അവർക്ക് ന്യായമായിട്ട് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കണം. അത് കേന്ദ്രത്തിൻ്റെ കിട്ടുമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. അവരോട് അനുകമ്പപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനമാണ് പിണറായി വിജയനുള്ളത്. വ്യക്തിപരമായി എനിക്കറിയാം, അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ വളരെ ജീവകാരുണ്യപരമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ കാര്യത്തിൽ എവിടെയോ വെച്ച് എന്തോ ഒരു തെറ്റിദ്ധാരണ പോലെ വന്നു. സമരത്തിലിരിക്കുന്ന സമരസമിതി പ്രവർത്തകരെയൊക്കെ വളരെ മോശം പദപ്രയോഗങ്ങളിലൂടെയാണ് CIT നേതാക്കന്മാരും CPI നേതാക്കന്മാരും ഒക്കെ പറയുന്നത്. മാത്രമല്ല മന്ത്രിമാർ പോലും സമരത്തെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നല്ലോ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത്. സമരങ്ങളിലൂടെ ആണ് കേരളം മുന്നോട്ട് പോയിട്ടുള്ളത്. സമരങ്ങളിലൂടെയാണ് നേതാക്കന്മാർ ഉയർന്നു വരുന്നത്. സമരങ്ങളുടെ സംസ്കാരത്തെ തള്ളി പറയുന്നത് എന്തുകൊണ്ടാണ് എന്നെനിക്കറിയാം. ആരെങ്കിലും തള്ളി പറയുന്നുണ്ടെങ്കിൽ അതെനിക്കറിയില്ല. പ്രത്യേകിച്ച് തൊഴിലാളി സംഘടനകളുടെ പേരിൽ പ്രവർത്തിക്കുന്നവർ, ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടന അവർ സമരം ചെയ്യുന്നു, അവരുടെ ന്യായമാണെങ്കിൽ ന്യായമല്ലെങ്കിൽ ന്യായമല്ല എന്ന് പറയാം. സമരം ചെയ്യാൻ പാടില്ല, സമരം വളരെ വിലക്കപ്പെട്ട ഒരു സാധനമാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഉള്ള പറഞ്ഞാൽ പിന്നെ നിയോ ഫാസിസത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. നമ്മുടെ ഫാസിസത്തിനെതിരായിട്ട് നടത്തിയത് എന്താണ്? പൂജയാണോ? സമരമല്ല നടത്തിയതിന്, ജനകോടികളല്ലേ മരിച്ചു വീണതിന്. അപ്പോൾ അതുകൊണ്ട് സമരങ്ങളുടെ ഭാഗത്ത് അങ്ങനെ പറയാൻ പാടില്ല. ആര് സമരം ചെയ്താലും, ഏത് ചെകുത്താന്മാർ സമരം ചെയ്താലും സമരമാണ്. അവരുടെ ന്യായമായ ആവശ്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കാൻ ഭരണകൂടമുണ്ട്. ഭരണകർത്താക്കൾ ചെയ്യേണ്ടത് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഈ ഡിമാൻഡുകളൊന്ന് ദയവേത് നിങ്ങളിപ്പോൾ പ്രസ് ചെയ്യരുത്, സാമ്പത്തികമായ ഞെരുക്കത്തിലാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് അവർക്കൊരു നല്ല വാക്ക് പറഞ്ഞാൽ അവർ പോകുന്നതുകൊണ്ട്. സ്ത്രീകളല്ല അവരെന്ത് ചെയ്യുമ്പോഴവിടെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഈ സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ അവരെ ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ അതിൻ്റെ പിന്നിൽ വേറെ ആളുകളുണ്ടെന്നൊക്കെ പലതും ഞാൻ കേട്ടു. അതൊന്നും ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഞാൻ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഞാൻ ആ പറഞ്ഞ ആളുകളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ ആളുകൾ ഞാനുമായിട്ട് യോജിച്ച് ഒരുപാട് സമരങ്ങൾ ചെയ്ത ഒരാളാണ്. ഒരുപാട് സമരങ്ങൾ ഞാൻ CITയുമായിട്ട് യോജിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം CIT ഭയങ്കര ഉയർന്ന നിലപാട് ആണ് എടുക്കുന്നത്. ഇതിപ്പോൾ യാദർച്ഛികമായിട്ട് എങ്ങനെ എന്തോ വന്ന് അതൊക്കെ പറയുന്നത്, അതൊന്നും അത് തൊഴിലാളികളൊന്നും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമരം സെറ്റിൽ ചെയ്യണമെന്ന് തന്നെയാണ് CPIയുടെ അഭിപ്രായം. സെറ്റിൽ ചെയ്യണം, ഏത് പ്രശ്നവും പരിഹരിക്കണം. ഇപ്പോഴും നടത്തിയ സർവേയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ ജനസ്വാധീനമുള്ള ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുമല്ല ആളുകൾ. ആ പ്രതീക്ഷയിലാണ് ആ സ്ത്രീകളിരിക്കുന്നത്. ഈ PSCയിലെ ചെയർമാൻ ഉൾപ്പെടെ PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു, ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുന്നു. KV തോമസിൻ്റെ യാത്രാബദ്ധ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ ഈ സർക്കാരിന് വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകില്ല. ഇതെന്ത് സന്ദേശമാണ് നൽകുന്നത്? അതിൽ KV തോമസിൻ്റെ കാര്യം വ്യക്തിപരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ സ്വീകരിക്കാൻ പാടില്ലാത്ത പദവിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രി, ഞാനിവിടെ മന്ത്രിയും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നതാണ്. ഒരു കേന്ദ്രമന്ത്രി പോയി ഒരു ഡൽഹിയിലെ ഒരു ലൈസൺ ഓഫീസറായിട്ടിരിക്കുന്നത് കഷ്ടമല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അദ്ദേഹത്തിന് ഇനിയും കൂട്ടി കൊടുക്കട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ PSC മെമ്പർമാർ അതിൽ ഗവൺമെൻറ് ഗൗരവമായിട്ട് ആലോചിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.
എന്തടിസ്ഥാനത്തിലാണ് ഒരു PSC മെമ്പർമാരായത്? ടെസ്റ്റ് എഴുതിയിട്ടാണോ, ഇൻ്റർവ്യൂ നടന്നിട്ടാണോ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ കേരളത്തിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ തൊഴിൽ നിശ്ചയിക്കുക, അല്ല അവരെ ഇൻ്റർവ്യൂ നടത്താനൊക്കെ ഇവർക്ക് എന്താ കാര്യം? ഏതായാലും ആ ചട്ടം അങ്ങനെ കിടക്കട്ടെ. പക്ഷേ അവർക്ക് കൊടുക്കുന്നൊരു സാമാന്യ മര്യാദ വേണ്ടേ? ഇങ്ങനെയാണോ ശമ്പള പരിഷ്കരണം നടത്താൻ? അത് അവരിൽ പലരും എന്നോട് പറഞ്ഞത് ഞങ്ങൾ ആവശ്യപ്പെട്ടതേ അല്ലെന്ന്. അപ്പോൾ പിന്നെ എന്താ ഇതിൻ്റെ താല്പര്യമെന്ന് എനിക്കറിയില്ല. അവർക്കെല്ലാം അമിതമായ ആനുകൂല്യങ്ങളുണ്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു അമർഷമുണ്ട്. ഇതിങ്ങനെ കൊടുക്കുന്നത് ശരിയാണ്. ഒന്നാമത് 20-ൽ പരം മെമ്പർമാരുണ്ട്. ഏറ്റവും അധികം PSC അംഗങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. UP-യിൽ ഞാൻ അന്വേഷിച്ചു. UP-യിലും മഹാരാഷ്ട്രയിലും 3 പേര് 4 പേര്, പരമാവധി 10 പേരാണ്. ഇവിടെ ഇതെങ്ങനെ വന്ന ഒരു പ്രത്യേക സാഹചര്യമായിരിക്കാം, ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ അവരുടെ ഈ എന്ത് അടിസ്ഥാനത്തിലാണത്? കേന്ദ്രം പറഞ്ഞു കൊടുത്തെന്നാണ് ചിലർ പറയണം. കേന്ദ്രം അങ്ങനെ പറയുമോ? നിങ്ങൾക്ക് അവിടെ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാർക്കെല്ലാം 3 ലക്ഷം രൂപ വെച്ച് കൊടുത്തേക്കണം. ഏതെങ്കിലും PSCയിലെ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത് വർഷങ്ങളേറെ പിന്നിട്ടു എന്നൊരു ന്യായവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. PSCയുടെ മെമ്പർമാർക്ക് ശമ്പളം പരിഷ്കരിക്കണമെന്ന് എവിടെ പറഞ്ഞു? എനിക്കിതുവരെ ഞാൻ വായിച്ചിട്ട് മനസ്സിലായില്ല. ഞാൻ PSC എല്ലാം കൈകാര്യം ചെയ്തവൻ തന്നെ. എവിടെയാണ് പറഞ്ഞത്? ഇത് വെറുതെ പറയണതാ. അവർക്ക് ശമ്പളമല്ല, അവർ യഥാർത്ഥത്തിൽ അവർക്ക് ഹോണറേറിയമാണ് കൊടുക്കുന്നത്. ശമ്പളം എന്ന് പറയുന്നത് സാലറി അല്ല, അത് വേജസ് അല്ല. അവർ ഹോണർ ചെയ്യുന്നു, അതിനൊരു ബെനിഫിറ്റ് കൊടുക്കുന്നു. അതെങ്ങനെയാണ്? അവർ സർവീസ് വരുന്നവരാണ്. പേര് തന്നെ പബ്ലിക് സർവീസ് കമ്മീഷണറാണ്. പൊതുജന സേവനത്തിന് വരുന്നവരാണ്. അവർക്ക് ന്യായമായിട്ടുള്ള ജീവിക്കാനുള്ളതെല്ലാം കൊടുക്കണം, കംഫർട്ടബിളായിരിക്കണം. അവർ സൊസൈറ്റിയിൽ അവർക്കൊരു സ്റ്റാറ്റസ് വേണം. അതൊക്കെ ഞാനും അതിനെ അനുകൂലിക്കാം. അവർക്ക് കാർ കൊടുക്കുന്നതോ ഒരു വീട് കൊടുക്കുന്നതോ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇങ്ങനെ ഇപ്പോൾ വേണമായിരുന്നോ എന്നുള്ളത് മാത്രമാണ് ആളുകൾ ചോദിക്കുന്നത്. ഇപ്പോൾ PSCയിലെ മെമ്പർമാരുടെയൊക്കെ ഒരു യോഗ്യത എന്താണ്? എനിക്കിതുവരെ അറിയില്ല. എന്നെ കുഴക്കണ ചോദ്യം എനിക്ക് അറിയില്ല. അവരെന്താണ്, എന്ത് മഹാന്മാരാണ്, എന്ത് വൈദഗ്ധ്യമാണ് അവർക്ക് പഠിച്ചത്. കാരണം സർവീസിലൊക്കെ ഇരുന്ന ചില ആളുകളുണ്ട്, അവരെ എനിക്കറിയാം. അവരാകെ യോഗ്യത ഒരു ക്ലാർക്കായിരിക്കുന്നുള്ളത് മാത്രം. ഗവൺമെൻറ് ക്ലാർക്ക്, ഗവൺമെൻറ് സ്റ്റാഫായിരുന്നു, അത്രയേ ഉള്ളൂ. വേറെ യോഗ്യത നേടിക്കുന്നത് അങ്ങനെ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഇല്ല. ഒരു PSC മെമ്പർക്ക് ഒരു എലിജിബിലിറ്റി തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെ വേണോ വെക്കാം, ആർക്കും ചെല്ലാമെന്നുള്ളതാണ്. അതൊക്കെ ചെയ്യണം. ഈ ബോർഡുകളിൽ മെമ്പർമാരുന്ന അവർക്ക് ഒരു മിനിമം ഒരു നോംസ് വേണം. ഇപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പറാവാം, എന്ത് യോഗ്യത? അമ്പലത്തിൽ പോകുമെന്ന് മാത്രം ചോദിച്ചാൽ മതി. അമ്പലത്തിൽ പോകാം, പിന്നെ ദേവസ്വം ബോർഡ് മെമ്പറാവാം. അതുപോലെ ഒരുപാട് ബോർഡുകൾ ഇവിടെയുണ്ട്. ബോർഡ് വളരെ സെൻസിബിളായിട്ടുള്ള ബോർഡുകളുണ്ട്. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ബോർഡുണ്ട്. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു മിനിമം, വെറും രാഷ്ട്രീയമല്ലാതെ, രാഷ്ട്രീയത്തിന് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, പക്ഷേ മിനിമം കേരളത്തെ പോലൊരു സ്റ്റേറ്റിൻ്റെ ബോർഡ് മെമ്പർമാർ, കമ്മീഷൻ മെമ്പർമാരായിരിക്കുന്നവർ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അവരോട് കോമ്പറ്റേറ്റീവായിട്ടുള്ള ആളുകൾ വരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് CPIക്ക് ഒരു കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ വിമർശനം എന്തുകൊണ്ട് മുന്നണിക്കുള്ളിൽ ഉന്നയിക്കാൻ CPIക്ക് കഴിയാതെ പോകുന്നു? ഈ വിഷയം മാത്രമല്ല, മദ്യനിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പ്രതിഷേധത്തിലും ഒരു കൃത്യ നിലപാടിൽ എവിടെയൊക്കെയോ അവസാനം ഒന്ന് പിൻവാങ്ങിയോ CPI? ടൂറിസത്തിൻ്റെ വിഷയത്തിൽ പിന്മാറിയിട്ടൊന്നുമില്ല. അത് കുറച്ചുകൂടി സാവകാശം എടുത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നടപ്പിലാക്കുന്ന ആണ് നല്ലതെന്നാണ് CPI പറഞ്ഞിട്ടുള്ളത്. അത് ബ്ലണ്ടായിട്ട് അതിനെ ഒരു പുതിയ പ്രോജക്റ്റാണ്, അതിനെ ബ്ലണ്ടായിട്ട് എതിർക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു വെയിറ്റ് ചെയ്ത് അതിൻ്റെ ജലദൗർലഭ്യമുണ്ടോ, ഗ്രൗണ്ട് വാട്ടർ എടുക്കേണ്ടി വരുമോ, കുടിവെള്ളം കുഴപ്പമുണ്ടാവും, ഇതൊക്കെ അവിടെ ലോക്കലായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ആലോചിച്ച് അത് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് CPI എതിരല്ല. പക്ഷേ പെട്ടെന്നെടുത്ത് നാളെ മുതൽ ഒരു ബോറേജ് വരണം, അവിടെ വരണം, ഇവിടെ വരണം, അതിനുള്ള കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുക, അതൊന്നും അതിൻ്റെ സ്ഥലം വാങ്ങുക, അതൊന്നും ശരിയായ നടപടി ആയിരുന്നില്ല. ഇപ്പോൾ എന്തായാലും അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് കുറേ കൂടി സമയമെടുത്ത് അത് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. LDFിലും ആ ചർച്ച വന്നിട്ടുണ്ട്.
പിന്നെ ഈ നിലപാടുകൾ എടുക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിലായാലും രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളിലായാലും CPI വളരെ ഉറച്ച നിലപാടുകൾ ഉള്ള ഒരു പാർട്ടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അപകടം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. ഞങ്ങൾ LDFിലെ രണ്ടാമത്തെ പാർട്ടിയാണ്. CPI ഒരു നിലപാട് എടുത്ത് LDFിനകത്തൊരു ദൗർബല്യവും വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഗുണഭോക്താക്കൾ UDF ആയിരിക്കും. അതുകൊണ്ട് UDFിന് വഴി തുറക്കാനുള്ള ഒരു കാര്യവും ഞങ്ങൾ ചിലത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യും. ഈ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണോ? ഒളിച്ചോട്ടമല്ല, പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവമായിട്ട് എടുക്കാനുള്ള താൽക്കാലികമായ പിൻവാങ്ങൽ മാത്രമാണ്. ഞങ്ങളുടെ തിയറിയിൽ തന്നെ, കമ്മ്യൂണിസ്റ്റ് തിയറിയിൽ ഒരു വാചകമുണ്ട്, അത് 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്പ് ബാക്ക് എന്നാണ്. നിങ്ങൾ ഒരു ചുവട് മുമ്പോട്ട് 2 ചുവട് പുറകോട്ട് വെച്ചിട്ട് ഒരു ചുവട് മുമ്പോട്ട്. ആ ഒരു ടാക്ടിക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളത് എപ്പോഴും മുന്നോട്ടേ പോവുള്ളൂ. ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. മാത്രമല്ല, ഈ LDF എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ശില്പി CPI ആണ്. മുഖ്യമന്ത്രി പദവി രാജിവെച്ച് വന്നാൽ CPIയെ കൂടെ ഉൾപ്പെടുത്താൻ മുന്നണിയിലെന്ന് EMS വെച്ചൊരു കണ്ടീഷനാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ PK വാസുദേവൻ രാജിവെച്ച് കേരളത്തിൽ ഒരു പുതിയ മുന്നണി CPM അടങ്ങുന്ന മുന്നണി വന്നത്. അപ്പോൾ ഈ മുന്നണി ഇന്ന് കാണുന്ന ആളുകളുടെതല്ല, ഞങ്ങളുടെ രക്തമാണ്, ഞങ്ങളുടെ മജ്ജയും മാംസവുമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, ഇടതുപക്ഷ മുന്നണി. അതുകൊണ്ട് ഞങ്ങളിതിനെ വിട്ടുവീഴ്ച ചെയ്ത് മുന്നണിയെ സംരക്ഷിക്കുക. അതിനാണ് വീണ്ടും ഇടതു സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന വലിയ രീതിയിൽ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി നേതാക്കളൊക്കെയും. അല്ല, അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് രാഷ്ട്രീയത്തിൽ പാടില്ല. പക്ഷേ അപ്പുറത്ത് നോക്കിയാൽ എന്താ അവസ്ഥ? ഞങ്ങളെ ഭരിപ്പിച്ചേ വിടുമെന്ന് പറഞ്ഞ് UDF നിൽക്കുക, നിങ്ങൾ പോകരുത്, ഒരു ചാൻസ് ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ തരാം എന്നിപ്പോൾ പറഞ്ഞാൽ അവരിപ്പോൾ ഡൽഹിയിൽ യോഗം ചേർന്നിട്ട് അത് എന്നല്ല തീരുമാനിച്ചത്, ഒന്നും തീരുമാനിച്ചില്ല അവർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടേതായിട്ടില്ല, ഞങ്ങളുടെ ഭരണം ഏൽപ്പിക്കുകയാണ്. ജനങ്ങളും പ്രതിപക്ഷത്തിൻ്റെ നെഞ്ചിരിക്കണം, മനസ്സിരിക്കണത് ഒരിക്കൽ കൂടി പിണറായി വിജയൻ ഇരിക്കട്ടെ. അത് അവരെല്ലാം എനിക്കറിയാം, എല്ലാ UDF നേതാക്കന്മാരെ എനിക്കറിയാം. അതാണ് അവർ ഇതുപോലെ ഒരു സമീപനം, ഇത്രയും സൗഹാർദ്ദപരമായ ഒരു സമീപനം ഈ ലോകത്ത് ഒരു പ്രതിപക്ഷവും എടുത്തിട്ടില്ല. പ്രതിപക്ഷത്തിന് ഇവിടെ ഒരു ചലനവും ഇല്ല, ഒരു അനക്കവും ഇല്ല, ഒരു സമരവും ഇല്ല, ഒരു കാര്യമില്ല. കുറേ കുട്ടികൾ, പാവപ്പെട്ട യുവജനങ്ങളാ, യൂത്തുകാരൊക്കെ വരും, കുറേ പീരങ്കി ജലപ്രയോഗം നടത്തും, വൈകുന്നേരത്തോടുകൂടി അതെല്ലാം തീർന്നു, പിന്നെ ഇല്ല. ഇതാണ് ജനകീയ സമരം. എന്താ ജനങ്ങൾ വരാത്തത്? അപ്പോൾ തുടർഭരണം ലഭിച്ചാലും അത് ഈ LDF സർക്കാരിൻ്റെ ഒരു മികവാണെന്ന് പറയാൻ പറ്റില്ല. അപ്പുറത്ത് പ്രതിപക്ഷം ദുർബലമായതുകൊണ്ട് സ്വാഭാവികമായി വന്നു ചേരുന്ന ഒരു നേട്ടമായിരിക്കും. അത് മാത്രമല്ല, സർക്കാരിൻ്റെ മികവ് ഉണ്ടല്ലോ. സർക്കാരിന് നല്ല മികവുണ്ടെങ്കിലും ജയിക്കണമെന്നൊന്നുമില്ല. ആളുകൾ രാഷ്ട്രീയത്തിനാണ് വോട്ട് ചെയ്യണം. ഒരു വക ചെയ്തില്ലെങ്കിൽ ആളുകൾ വോട്ട് ചെയ്യും ചില സമയത്ത്. ഇവിടെ തിരുവനന്തപുരം പാർലമെൻറ്റിൽ ലോകസഭയിൽ എങ്ങനെയാണ് അയാൾ ജയിക്കണത്? എന്തിവിടെ ചെയ്തിട്ടാണ്? തിരുവനന്തപുരത്ത് എന്താ പറയുക, വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നോ, എയർപോർട്ട് കൊണ്ടുവന്നോ, റെയിൽവേ സ്റ്റേഷൻ നന്നാക്കിയ, ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവന്നു, ചെയ്തില്ലല്ലോ. അപ്പോൾ അതെന്ന് വെച്ചാൽ ആ ഇലക്ഷൻ രാഷ്ട്രീയമാണ്. ഞാൻ മത്സരിച്ചല്ലോ, അതിൽ ഞാനാണ് ജയിക്കേണ്ടത്. പക്ഷേ ഞാൻ തോറ്റുപോയില്ല, അയാൾ ജയിച്ചല്ലോ. നമ്മൾ രാഷ്ട്രീയം മാറ്റുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും അധികം കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭയാനകരമായ ഒരു അന്തരീക്ഷമാണ് ലഹരിയിൽ പിടിമുറുക്കി യുവതലമുറ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ യുവത്വം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. നമുക്ക് ഈ കുറ്റകൃത്യങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം തന്നെ മാറുന്ന രീതിയിലാണ് വയലൻസിൻ്റെ. എങ്ങനെ ഇതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനാകും? ഞാൻ എൻ്റെ ദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ ഒരു സംഭവ പരമ്പരയിൽ സാക്ഷിയായിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നുള്ളത്? ഈ വെഞ്ഞാറമൂട്ടിലെ ഒരു സംഭവം, ഈ കോളേജ് ക്യാമ്പസിനകത്തിട്ട് ഒരു വിദ്യാർത്ഥിയെ കൊല്ലുക, തലയ്ക്ക് അടിച്ച് പൊട്ടിച്ച് അതിനെ അവിടെ ഇട്ടിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോയി അടുത്ത ആളിനെ കൊന്നിട്ട് വന്ന് ഷാപ്പിൽ കയറി മദ്യപിച്ച് കുളിയും കഴിഞ്ഞ് കുട്ടപ്പനായി പോലീസ് സ്റ്റേഷനിൽ പോയി, സാർ ഞാൻ 6 പേരെ കൊന്നു, അവിടെ കിടപ്പുണ്ട്.
ഇങ്ങനെ ഇത് മനുഷ്യ ഹൃദയമാണ്, മനുഷ്യനാണോ ഇത്? ഇത് കേരളത്തിലാണോ ഇത് നടക്കുന്നത്? 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അതെ, 23 വയസ്സ് പ്രായമുള്ള അയാളുടെ കാമുകി എന്ന് പറഞ്ഞ പാവപ്പെട്ടൊരു പെണ്ണ്, ഒരു വകയറിഞ്ഞോടാത്ത കുട്ടി, അതിനെ വിളിച്ചു വരുത്തി കൊന്നു. അപ്പോൾ ഇത് എന്നെയും നടുക്കിയതായിരിക്കും, ഭയങ്കര ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ വീട്ടുകാരും ഈ സംഭവത്തിൽ ഭയങ്കരമായ വേദനയുള്ളവരാണ്, നൊമ്പരപ്പെടുന്നവരാണ്. ഇത് ലഹരിയുടേത് മാത്രമല്ല, ലഹരിയും മയക്കുമരുന്നും കൂടെ ഒരു ആൻറ്റി സോഷ്യൽ വയലൻ്റായിട്ടുള്ള ഒരു ഗ്രൂപ്പ് കേരളത്തിൽ വളരുന്നുണ്ട്. എന്തും ചെയ്യാൻ കഴിയുന്നവർ, അവരുടെ ട്രെയിനിങ് ഉണ്ട്, അവർക്ക് വാഹനങ്ങളുണ്ട്, അവർ കമ്മ്യൂണിക്കേഷൻ വളരെ പെട്ടെന്ന് നടത്തുന്നുണ്ട്, അവരുടെ വെപ്പൺസ് ഉണ്ട്, അവർക്ക് അഡ്വൈസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കലാണ് പോലീസിൻ്റെ ജോലി. ഇത് അങ്ങേക്കിത് എങ്ങനെയാണിത് പറയുന്നത്? ഒരു ആൻറ്റി സോഷ്യൽ ടീം ഇവിടെ കേരളത്തിലുണ്ട് എന്ന്, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഉണ്ട് എന്ന്, അത് ഇപ്പോൾ തുടങ്ങിയതാണോ കുറച്ച് കാലമായി ഇപ്പോൾ തുടങ്ങിയതല്ല, ഇത് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ഒരു വല്ലാത്തൊരു കുറച്ച് വർഷങ്ങളായി, കുറേ അധികം വർഷങ്ങളായി. അത് ഇന്നും ഇന്നലെയും ഏതെങ്കിലും ഒരു ഭരണത്തിൻ്റെ ഫലമായിട്ടോ ഭരണ പരാജയത്തിൻ്റെ ഫലമായിട്ടോ ഒന്നും അങ്ങനെ വിലയിരുത്തിയാൽ ഇത് രാഷ്ട്രീയമായി പോവും, ഐശ്വര്യ പോവും, രാഷ്ട്രീയമായി പോവും. അതുകൊണ്ട് അതല്ല നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റിയെന്നുള്ളത് എല്ലാവരും, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അത് നമ്മുടെ മുഖ്യമന്ത്രി പരിഗണിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ നിങ്ങളുടെ അമൃത TV വഴി പറയുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ, സാമൂഹ്യ നേതാക്കന്മാരുടെ, മതപണ്ഡിതന്മാരുടെ വലിയൊരു കോൺക്ലേവ് വിളിച്ചു കൂട്ടണം. ഇനി ഒരു നിമിഷം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ. ഇതേതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും അല്ല ഇത്. സാംസ്കാരികമായിട്ടുള്ള ആളുകളെ കൂടുതൽ നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം പുതിയ തലമുറ അതിൽ നിന്ന് വഴുതി പോകുന്നു. എന്താ കാരണം? നമ്മളെല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നു. കുട്ടികൾക്ക് പണ്ടത്തെ പോലെയല്ല, ഞാനൊക്കെ പഠിച്ച പോലെയല്ല. ഇപ്പോൾ പിള്ളേർക്ക് അങ്ങോട്ട് പോയാൽ മതി, യൂണിഫോം ഫ്രീ ആണ്, ഫീസ് കൊടുക്കണ്ട, ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്, എല്ലാ സ്കൂളിൽ ബസ് കൊടുത്തിട്ടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. കുട്ടികളെ പഠിപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ സ്ത്രീകളിപ്പോൾ പ്രസവിച്ച് വളർത്താൻ പറ്റില്ലെങ്കിൽ അമ്മ തൊട്ടിലിട്ടാൽ അത് ഉടനെ ഗവൺമെൻറ് ഏറ്റെടുത്ത് അങ്ങനെ വരുന്നൊരു സാമൂഹിക സുരക്ഷിതയുണ്ട് ഇവിടെയുണ്ട്. സ്ത്രീകൾ ഇതെല്ലാം ഉണ്ടായിട്ടും, എല്ലാ സംരക്ഷണവും ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് മനഃശാസ്ത്ര വിദഗ്ധന്മാരോ അങ്ങനെയുള്ള ആളുകളെല്ലാം ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് ഗവൺമെൻറ് അല്ലാതെ ഏതെങ്കിലും ഒരു ചെറിയ കേസെടുക്കുക, അപ്പോൾ അവനെ പിടിച്ച് ഇട്ടിട്ടുണ്ട് വെഞ്ഞാറമൂടിലെ ഹീറോ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ സിനിമ വരുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പിന്നെ നന്നായിരിക്കും. അപ്പോൾ അവനെ വിളിച്ച് അറസ്റ്റ് ചെയ്ത് അവനെ ട്രയൽ എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കോടതിയെ ഇവരെ ഹാജരാക്കുന്ന സാക്ഷിമൊഴികളും കാര്യങ്ങളെല്ലാം കുറ്റപത്രം നോക്കിയിട്ട് എന്താണ് ശിക്ഷ അത് കൊടുക്കാനല്ലേ പറ്റൂ. 6 പേരെ കൊന്ന ഒരുത്തനെ 6 തവണ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ഇല്ല, ഒരു തൂക്കിക്കൊല്ലേ പറ്റും. അവനെ തൂക്കി കൊന്നാലാ ഒറ്റ ഇതുണ്ട്. അപ്പോൾ നമ്മുടെ നിയമ സംഹിത മാത്രമല്ല, ഭരണഘടന മാത്രമല്ല, പോലീസ് ആഭ്യന്തര എൻക്വയറികൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇതിനെതിരായിട്ടുള്ള രോഷം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. അതിന് നമ്മുടെ കേരളത്തിലെ എല്ലാവരും കൂടി വിചാരിച്ചാൽ, കേരളത്തിൽ നല്ല വാശിയുള്ള നല്ല ചെറുപ്പക്കാരുണ്ട്, നല്ല മിടുക്കന്മാരുണ്ട്, പറയുന്ന ആളുകളുണ്ട്, എഴുതുന്ന ആളുണ്ട്, പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഒരു വലിയ സ്റ്റേറ്റ് ക്യാമ്പയിൻ ഇതിനെതിരായിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി തുടങ്ങുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. ആൻറ്റി സോഷ്യലിസം അത് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒരു വിങ് ഇവിടെ ശക്തമായി പിടിമുറുക്കാൻ പോകുന്നു എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? എവിടെന്നൊക്കെ ഉള്ള ഒരു ബാഹ്യ ശക്തികൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയെന്ന് സംശയമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു തീരുമാനം, ഒരു പ്ലാനിട്ട് ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ സംഭവം വന്നിരിക്കുന്നത്. എഴുതി തയ്യാറാക്കിയ ഒരു പ്ലാൻ, ആരെയൊക്കെ എന്തൊക്കെയാണ്. അയാൾ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ അത് വളരെ പ്ലാൻഡായിട്ടുള്ള മൊഴിയാണ്. അതിലൊന്നും ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം അയാൾ തന്നെ ഏറ്റെടുത്തുകൊണ്ടുള്ള
മൊഴിയാണ്. അത് വെച്ച് പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അയാളെ ശിക്ഷിക്കാനേ പറ്റൂ. അപ്പോൾ അത് തന്നെ അയാൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അയാളെ മാനസികമായി പല പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണം. എന്താണ് അയാളുടെ മനസ്സിലുണ്ടായിരുന്നതെന്ന്. ഇതൊരു നല്ല ടിപ്പിക്കൽ കേസാണ് ഗവൺമെൻറ്. ഇത് നന്നായിട്ട് അനലൈസ് ചെയ്താൽ ഇതിൻ്റെ പിന്നിൽ ആരാണ്, എന്താണ്, ഏത് പ്രേരണയാണ്, ആശയപരമായിട്ടുള്ളതാണോ, മതപരമായിട്ടുള്ളതാണോ, രാഷ്ട്രീയമായിട്ടുള്ളതാണോ, എന്താണ് എന്ന് കണ്ടുപിടിക്കും. എല്ലാം രാഷ്ട്രീയക്കാരാണെന്ന് എഴുതി തള്ളിയിട്ട് എന്താ കാര്യം? ഇതിലൊരു രാഷ്ട്രീയമില്ലല്ലോ. ഇതിൽ മാത്രമല്ല, ലഹരി അവൻ അങ്ങനെ ഉപയോഗിച്ചതായിട്ട് ഇതുവരെ കണ്ടെത്താനോ സ്ഥിരീകരിക്കാനോ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു ശ്രമം അവർ നടത്തുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവൻ ആദ്യം ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ്, അതവർ ചെയ്തില്ല. എന്നാൽ എനിക്ക് തോന്നണം അവർ ബ്ലഡൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. അവർ ഇൻടോക്സിക്കേഷൻ ഉണ്ടോ, അഡിക്റ്റാണോ അവൻ എന്തിൻ്റെങ്കിലും, അതും അവർ നോക്കിയിട്ടില്ല. അപ്പോൾ ഇവൻ്റെ രക്തപരിശോധനയ്ക്ക് ഇവൻ ഏതെങ്കിലും രീതിയിൽ ലഹരി ഉപയോഗിച്ചതായിട്ട് അവിടെ ഒരു പരിശോധന മെഡിക്കൽ കോളേജിൽ ഉണ്ടായില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഇല്ല, അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരെന്താണ് ഇവർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, വിദഗ്ധന്മാരായ ഉദ്യോഗസ്ഥന്മാരാണല്ലോ പറയാൻ. ഇതങ്ങനെ ഒന്നും ഉള്ളതല്ല, ഇതിനകത്ത് ഇയാൾ അഡിക്റ്റാണ്, അതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അവർ പറയട്ടെ. അല്ലാതെ ഒരു ദിവസം അവൻ പോയി മോട്ടോർ സൈക്കിൾ എടുത്ത് കുളിച്ച് ഒരുത്തിനെ കൊന്നു, ഒരു പെണ്ണിനെ കൊന്നു, അനിയനെ കൊന്നു, ഉമ്മയെ കൊന്നു, ഉമ്മൂമ്മയെ കൊന്നു എന്നൊക്കെ നാട്ടുമ്പുറത്ത് എന്തിനാ ചെറിയ കഥകൾ പറയുമ്പോഴാണ് ആളുകൾ വായിച്ചുകൊണ്ട് തള്ളുന്നത്. പച്ചയായ മനുഷ്യ ജീവിതങ്ങളല്ലേ പോയത്. അപ്പോൾ അതിൻ്റെ ഒരുത്ത ദുബൈയിലായിരുന്നു, അവൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവൻ്റെ അച്ഛനല്ലേ, അവൻ്റെ വാപ്പ വന്നിട്ടുണ്ട്. അയാൾ ഇത് കുത്തിയിരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? എന്താണ് അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ഒരു അച്ഛനും മകനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലും എങ്ങനെ ഇല്ലാതായി? എല്ലാ കുട്ടികൾക്കും കാണുമല്ലോ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, കമ്മ്യൂണിക്കേഷൻസൊക്കെ. ഇതെന്താണ്? എനിക്കെത്ര ആലോചിച്ചിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്ന ഒരുത്തരാണ്. എല്ലാം വായിച്ചിട്ടൊന്നും എനിക്കിതിനകത്ത് പിടി കിട്ടുന്നില്ല. ഇപ്പോൾ ഈ വെഞ്ഞാറമൂട് സംഭവത്തിനിടയിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് അങ്ങ് സംശയിക്കുന്നത്. ദുരൂഹത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയിക്കണം. അപ്പോൾ ദുരൂഹത ഉണ്ട് എന്ന് സീതിവാരം പറയുന്നില്ല. ദുരൂഹത ഉണ്ടോ, അതോ ഇത് യാദൃശ്ചിക സംഭവമാണോ, ബോധപൂർവമായ സംഭവമാണോ, സംഭവത്തിൻ്റെ പിന്നിൽ വല്ല ഉദ്ദേശങ്ങളുണ്ടോ, അതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കഴിവുകൾ, കാരണം ഇത് സമൂഹത്തിനൊരു ശാപമാണ്. ഈ സമൂഹത്തിനെ രക്ഷിക്കണമെങ്കിൽ ഈ കേസിൽ വ്യക്തമായ ഒരു ചിത്രം പുറത്തു വരണം. അവൻ ഈ സാമ്പത്തിക പ്രശ്നമാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ കാരണം എന്തെന്ന് കണ്ടെത്തണം. സാമ്പത്തിക പ്രശ്നം എല്ലാവരും പറയണതാണ്. സാമ്പത്തിക പ്രശ്നം കൊണ്ട് ആളിങ്ങനെ ചെയ്യാൻ പറ്റാതെ പിന്നെ ഇവിടെ ആരെങ്കിലും ബാക്കിയാണോ? എല്ലാം സാമ്പത്തിക പ്രശ്നം വന്ന് കൊടുത്തത് 6 പേരെ കൊന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരെല്ലാം കൊല്ലണം? എനിക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, ഞാൻ ഇത് ചെയ്യണ്ട. അപ്പോൾ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെ ലഘൂകരിക്കാൻ പാടില്ല. ഇതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, ഇവൻ്റെ ബന്ധങ്ങൾ, ഇവരുടെ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ, എങ്ങനെ ഇതൊക്കെ തുടങ്ങി, എന്താണ് സാമ്പത്തിക പ്രശ്നങ്ങൾ, എവിടെയാണ് ആരംഭിച്ചത്. വാപ്പയുടെ അമ്മയുടെ അടുത്ത് പോയി ആഭരണം ചോദിച്ചപ്പോൾ കൊടുത്തില്ല, അതുകൊണ്ട് ആ വൃദ്ധയെ ചുറ്റുകല്ലുകൊണ്ട് അടിച്ച് കൊന്നു. അത് എന്തൊരു മഹാപാപമാണ്, 10-80 വയസ്സായ ഒരു സ്ത്രീയെ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇതെങ്ങനെയൊക്കെ എന്നോട് ഒരുപാട് പിള്ളേരൊക്കെ ചോദിക്കുന്നുണ്ട് വീട്ടിൽ, ഇതെങ്ങനെ ഇതെന്താണ് കാര്യം. അതെല്ലാവരുടെയും മുമ്പിലുള്ളതാണ്. ഈ ഒരു വലിയ വെഞ്ഞാറമൂടിലെ സംഭവം ഒരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ എടുത്ത് ജനങ്ങളെ ഇതിനകത്ത് രക്ഷിക്കണം. ഇത് ജനങ്ങൾ എന്ത് ചെയ്യാനാണ്? ആളുകൾ കൂടുന്നെന്നുള്ളതല്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ കുറേ ആൾ കൂടും, ശവദാഹം നടക്കുമ്പോൾ കുറേ ആൾ കൂടും, അവരൊക്കെ പിരിഞ്ഞു പോകും. ജനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ആവർത്തിക്കില്ല എന്നുള്ളത് ആർക്കെങ്കിലും ഉറപ്പ് വരാൻ പറ്റും. സിനിമയിലെ വയലൻസും ഒക്കെയാണ് അതിനെയും പലരും പഴിചാരുന്നുണ്ട്, ഈ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിൽ. അല്ല, പല ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് സിനിമ. എനിക്കോ അത് തോന്നിയിട്ടുണ്ട്. ഇത്രയധികം വയലൻസ് സിനിമയിൽ അത് കാണാൻ എന്തൊരു ആർത്തിയാണ്. ചെറുപ്പക്കാർ പിള്ളേർ തിയേറ്റർ അടിച്ച് പൊളിക്കുകയാണ്, അത് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് ഒരു ഹരമായിട്ടുണ്ട്. മദ്യപാനം ഒരു വലിയ ഹരമാണ് ഇപ്പോൾ എല്ലാ
എല്ലാവർക്കും. അത് കാരണം സിനിമയിൽ പോലും ഹീറോയൊക്കെ മദ്യപിക്കുകയോ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട് സിനിമയിൽ. ആ സിനിമ ഒന്ന് രണ്ട് മണിക്കൂർ തന്നെ ഇത് സിപ്പ് ചെയ്ത് കുടിക്കുന്നത്, സംസാരിക്കുന്നത്, അതൊക്കെ ഈ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ചെറുപ്പക്കാർ പിള്ളേർ. അപ്പോൾ അവരെ ഇത് തോന്നിക്കൂടാന്നില്ല. സിനിമ ഒരു ഘടകമാണ്. ഈ ക്രൈം വരുന്നതിൻ്റെ ഒരു വഴി സിനിമയിലെ അഡ്വഞ്ചറിസമാണ്. അതെല്ലാം ഗവൺമെൻറ് ഇടപെട്ട് അതൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. ചെറുപ്പക്കാർ അത് ഞാൻ പറയാൻ കാരണം, ഈ പ്രതിയായി നമ്മുടെ മുമ്പേ നിൽക്കുന്നത് 23 വയസ്സുകാരനാണ്. തൻ്റെ 23 വയസ്സിനിടയിൽ 6 പേരെ കൊന്നിട്ട് നിൽക്കുകയാണ്. കിട്ടിയിരുന്നെങ്കിൽ 7ാമത്തെ ആളിനെ കൊന്നനെ. എൻ്റെ അമ്മ ചത്തുപോയനെ. എൻ്റെ കഷ്ടിച്ച അമ്മ രക്ഷപ്പെട്ടെന്നാണ് അറിയുന്നത് ആശുപത്രിയിൽ. അപ്പോൾ അതൊരു ബിയോണ്ട് ഇമാജിനേഷൻ അല്ലേ. ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറി എഴുതുന്ന, നോവൽ എഴുതുന്ന ഒരാളിന് പോലും ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ ഞങ്ങൾ വായിച്ചിരുന്ന നോവൽ കോട്ടയം പുഷ്പനാഥിൻ്റെ ഡിക്റ്റേറ്റീവ് നോവൽ. ഈ ഡിക്റ്റേറ്റീവ് നോവലൊക്കെ തോറ്റുപോയത്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും കൂടി ചേർന്ന്, എല്ലാ പാർട്ടിയും, എല്ലാ സാംസ്കാരിക നായകന്മാരും, എല്ലാ കവികളും, കലാകാരന്മാരും, സിനിമാക്കാരും അവർ ഇതിനെപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ അങ്ങനെ വിവാദം പറഞ്ഞാൽ ശരിയല്ല. ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യില്ല എന്ന് സിനിമാക്കാർ പറയണം. ഞങ്ങൾ വയലൻസും റേപ്പ് പണ്ടേ ഉള്ളതാണ് സിനിമയിൽ. റേപ്പൊന്നും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല. വയലൻസ്, റേപ്പ്, ക്രൈം, ലഹരി ഇതൊന്നും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല എന്ന് എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരുപാട് കമ്പനിക്കാർ, ഒരുപാട് നേതാക്കന്മാർ, അവരുടെ കമ്മിറ്റികളെല്ലാം ഉണ്ടല്ലോ. എന്താ മിണ്ടാത്തത്? എന്താ അർത്ഥഗർഭമായ മൗനം ജനങ്ങൾ ആരാധിക്കുന്ന പല സിനിമാ നടന്മാരും? എന്താണ് അവർ മിണ്ടാതിരിക്കണത്? അവർ വാ തുറന്നാൽ ജനങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ തുറക്കുമ്പോഴല്ല, അവർ തുറന്നാൽ ജനം ഉടനെ ശ്രദ്ധിക്കും. അവർ മിണ്ടുന്നില്ല. അപ്പോൾ സിനിമയിൽ ഇതൊക്കെ നടത്തുന്ന അവരാണല്ലോ, അല്ലാതെ നാട്ടുകാരല്ലല്ലോ. എന്തായാലും ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. സന്തോഷം.